ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനന്ദിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നാം ചിന്തിക്കുന്നത്, ധ്യാനിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അനുഗ്രഹത്തിന് തടസ്സം ആ വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആണ് എന്ന് നാം ചിന്തിക്കുകയാണ്. പലപ്പോഴും ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ചിന്തയാണ്, എൻ്റെ ജീവിതത്തിൽ എന്നും പരാജയമാണ്, എനിക്കൊരിക്കലും വിജയമില്ല. ഇതൊരു വ്യക്തിയുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. അങ്ങനൊരു നെഗറ്റീവ് മനോഭാവം മനസ്സിൽ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് വിജയം പ്രാപിക്കാൻ സാധിക്കില്ല. ഇന്ന് സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം ഇത് പറയുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും അത് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന നിന്നെ ഒന്നിനും കൊള്ളില്ല, നിനക്കൊരിക്കലും സാധിക്കില്ല, നീ ഒരിക്കലും ജയിക്കില്ല എന്ന് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളായിരിക്കാം. നമ്മുടെ കഴിഞ്ഞ കാലത്തിലെ മുറിപ്പെടുത്തിയ വാക്കുകൾ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള ചിന്തകൾ വരാം. മിക്കവാറും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലത്തിലെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്കൊരിക്കലും വിജയമില്ല, എനിക്കെന്നും പരാജയമാണ്. ഇന്നുവരെയുള്ള ചിന്ത ഇതായിരുന്നുവെങ്കിൽ ഇനിയുള്ള ചിന്ത അതല്ല. ഒരു വ്യക്തി എന്തുകൊണ്ടാണ് എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഞാനാണ് എന്ന് ചിന്തിക്കാത്തത്? പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ മനസ്സിലുള്ള നിഷേധാത്മകമായ ചിന്തകളുമാണ് പലപ്പോഴും നമ്മളെ പരാജയത്തിലെത്തിക്കുന്നത്. ഒരുപക്ഷെ സാഹചര്യം അതിൻ്റെ പിന്നിൽ കാണും, അല്ലെങ്കിൽ അനുഭവങ്ങൾ പിന്നിൽ കാണും. എങ്കിലും നമ്മളെക്കുറിച്ച് എനിക്ക് എന്നെക്കുറിച്ചുണ്ടാകുന്ന മനോഭാവവും വാക്കുകളിലൂടെ പറയുന്ന ഏറ്റുപറച്ചിലുമാണ് പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ മൂലകാരണം. ഒരു വ്യക്തി സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ അവിടെ പരാജയം സംഭവിക്കും. അത് സ്വാഭാവികമാണ്. എന്നാൽ വിജയം പ്രാപിക്കാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തി നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിജയം സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ അല്ല. കഴിവും ബുദ്ധിയൊക്കെ ദൈവം തരുന്ന ആ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയമെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് വിജയം ഉണ്ടാകും. നമുക്കറിയാം, ദാവീദിനെ കുറിച്ച് കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നത്, 1 ദിനവൃത്താന്തം 18-ാം അധ്യായം 6-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം വചനം ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ ആശ്രയമായി വെക്കുന്ന ഒരു വ്യക്തിക്ക് വിജയമുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ പരാജയം എന്ന് ചോദിച്ചാൽ, എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ ആശ്രയം എവിടെയാണോ അവിടെയാണ് വിജയം. പലപ്പോൾ ബുദ്ധിയിലാണ് ഞാൻ ആശ്രയിക്കുന്നതെങ്കിൽ, കഴിവിലാണ് ഞാൻ ആശ്രയിക്കുന്നതെങ്കിൽ അവിടെ പരാജയം സംഭവിക്കാം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് എനിക്ക് വിജയം ലഭിക്കുന്നത്. അതുകൊണ്ട് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇത്രയും നാളും എൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാൻ കാരണം എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കാതിരുന്നത് കൊണ്ടാണെന്നുള്ള വ്യക്തമായൊരു കണ്ടെത്തലുണ്ടാകണം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുണ്ട്, നമ്മൊരു പോർക്കളത്തിലാണ്. പലപ്പോഴും ഈ സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷയിൽ മാത്രമല്ല വിജയം, വ്യക്തിപരമായ ജീവിതത്തിൽ, ജോലി മേഖലയിൽ, അതുപോലെ കുടുംബജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിലെല്ലാം ഈ പോരാട്ടമുണ്ട്. പോരാട്ടം ഉണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്തുകൊണ്ട് ജയിക്കുന്നു എന്ന് ചോദിച്ചാൽ പരീക്ഷ ഉള്ളതുകൊണ്ടാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇനി മേലാൽ പരീക്ഷ എഴുതുന്നില്ലെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ആ കുട്ടി 1-ാം ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. പിന്നെ പരീക്ഷ ഉള്ളവർക്കാണ് വിജയം. അങ്ങനെയാണെങ്കിൽ ആർക്കാണ് വിജയം എന്ന് ചോദിച്ചാൽ ജീവിതത്തിലൊരു പരീക്ഷ നേരിടുന്ന വ്യക്തിക്കാണ്. ഇന്ന് പരീക്ഷ നേരിടാൻ പലർക്കും താല്പര്യമില്ല. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷയെ ഭയപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വിജയമില്ല. നമ്മുടെ പരാജയത്തിൻ്റെ മൂല കാരണം നമ്മുടെ ജീവിതത്തിലെ ഒളിച്ചോട്ടമല്ലേ? ചില യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ നമ്മുടെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. ചില പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ മനസ്സാക്ഷി നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ ഉള്ളിൽ മുൻവിധിയാണ്, ഞാൻ എന്തായാലും പരാജയപ്പെടും, ഞാൻ എന്തായാലും ജയിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പോരാട്ടം ഉണ്ടാകുമ്പോൾ ആ പോരാട്ടത്തെ നേരിടുന്ന ഏത് മനോഭാവത്തോടെയാണ് നമ്മളിന്ന് പരിശോധിക്കണം. ഒരു മനുഷ്യൻ്റെ വിജയം എന്ന് പറയുന്നത് പോരാട്ടത്തിനെ ഭയമില്ലാതെ നേരിടുന്നതുകൊണ്ടാണ്.
പോരാട്ടത്തെ ഭയമില്ലാതെ നേരിടുന്ന ഒരു വ്യക്തിക്ക് വിജയമുണ്ട്. കാരണം ദൈവം ആ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് അല്ല ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ജയം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പരാജയത്തിൻ്റെ കാരണം ആരാണെന്ന് സ്വയം ഒന്ന് തിരിച്ചറിയണം. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ചിന്തകളാണ്, മനോഭാവങ്ങളാണ് എൻ്റെ പരാജയത്തിൻ്റെ കാരണമെങ്കിൽ ഇന്ന് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കണം. എന്നെ കൂടെ എൻ്റെ ദൈവമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നല്ല ചെയ്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പോരാട്ടത്തെയും നിഷ്പ്രയാസം നമുക്ക് നേരിടാൻ സാധിക്കും. കാരണം ഞാൻ എൻ്റെ ദൈവത്തോടു കൂടിയാണ് എൻ്റെ പരീക്ഷയെ നേരിടുന്നത്. എന്നെ സഹായിക്കാൻ കഴിയുന്നൊരു വ്യക്തി എൻ്റെ കൂടെയുണ്ട്. ആ ഒരു വലിയ ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് ജയമുണ്ട്. ഇവിടെ പരാജയത്തിൻ്റെ മൂലകാരണം നമ്മുടെ നെഗറ്റീവായ ചിന്തകളാണെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ തലത്തിൽ വിജയം പ്രാപിക്കണം. വചനം പറയുന്നു, യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പോൾ എൻ്റെ നെഗറ്റീവായ ചിന്തകളുടെ കാരണം അവിശ്വാസമാണെങ്കിൽ വിശ്വാസത്താൽ നാം ജയം പ്രാപിക്കണം. കാണപ്പെടാത്ത ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാണപ്പെടാത്ത ദൈവത്തെ കണ്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ കരം പിടിച്ച് എനിക്ക് നേരിടുന്ന പരീക്ഷയെ ഞാൻ ഈ ദൈവത്തോടു കൂടെ മത്സരിക്കുമ്പോഴാണ് എനിക്ക് വിജയം ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, പാപം ഒരു പോരാട്ടമാണ്. പാപത്തെ ജയിക്കാൻ മനുഷ്യന് സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം ബുദ്ധി കൊണ്ട് പാപത്തെ ജയിക്കാൻ ശ്രമിച്ച പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്കറിയാം എങ്ങനെ ഒരു വിശുദ്ധ ജീവൻ നയിക്കേണ്ടത് എന്ന് ആരെങ്കിലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വിശുദ്ധ ജീവൻ നയിക്കാൻ സാധിക്കില്ല. പലപ്പോഴും ഈ യുവജനങ്ങളുടെ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ പല യുവാക്കളും വന്ന് പറയാറുണ്ട്, ഞങ്ങളെ കൊണ്ട് പറ്റിയ പണിയൊന്നുമല്ല ഈ വിശുദ്ധ ജീവൻ നയിക്കുക എന്നുള്ളത്. കാരണം ഞങ്ങൾ ധ്യാനം കൂടി ഓരോ മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോൾ വീണു പോവുകയാണ്. ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല, ഇത് വലിയ വൈദികർക്കോ അല്ലെങ്കിൽ സന്യസ്തർക്കോ അല്ലെങ്കിൽ സുവിശേഷർക്കോ ഉള്ള പണിയാണ്. ഞങ്ങളെ കൊണ്ട് ഈ പണി പറ്റില്ല. എന്താ? വിശുദ്ധ ജീവൻ നയിക്കുക എന്നുള്ളത്. സ്വന്തം കഴിവിൽ ബുദ്ധിയിൽ നീ വിശുദ്ധ ജീവൻ നയിക്കാൻ ആഗ്രഹിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഒരു വ്യക്തിക്ക് പാപത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടിയേ പറ്റൂ. അതുകൊണ്ട് പാപം ഒരു പോരാട്ടമാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. പാപത്തോടൊരു പോരാട്ടമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം വ്യക്തികൾ പാപത്തെ ജയിക്കുന്നതായി. ഏറ്റവും വലിയ ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ജോസഫ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വെച്ച് പാപം ചെയ്യാൻ സാഹചര്യം ലഭിച്ചപ്പോൾ, പാപം ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ, സാഹചര്യം ലഭിച്ചപ്പോൾ അതിൽ നിന്ന് ഓടി അകലുകയാണ്. ആരാണ് വിശുദ്ധരെന്ന് ചോദിച്ചാൽ പാപം ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ടും പാപത്തിൽ നിന്ന് ഓടി അകലുന്നവരാണ് ഒരു വിശുദ്ധൻ, ഒരു വിശുദ്ധ എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപം ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വിശുദ്ധനായി ജീവിക്കുന്നു, അതല്ല വിശുദ്ധ ജീവൻ നയിക്കുക എന്ന് പറഞ്ഞാൽ. പാപം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, പോരാട്ടമുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുന്നതാണ് ഒരു വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ സാധിക്കുകയില്ല. ദൈവം കൂടെ ഉണ്ട്. ഇവിടെ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവത്തിനായി ഞാൻ പാപം ചെയ്യാൻ നിന്നു കൊടുക്കുകയില്ല. അപ്പോൾ ദൈവത്തെ വ്യക്തിപരമായി അറിയാവുന്നത് കൊണ്ടാണ് ജോസഫ് പാപം ചെയ്യാതെ പാപത്തിന് ഓടിയാകുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തിപരമായി രുചിച്ചറിഞ്ഞൊരു വ്യക്തിയാണോ? ഒരിക്കലും നീ പാപം ചെയ്യാൻ നിൻ്റെ ശരീരത്തിൽ വിട്ടുകൊടുക്കില്ല, പാപം ചെയ്യാൻ നിന്നു കൊടുക്കില്ല. പാപത്തിനെതിരെ ഒരു പോരാട്ടമുണ്ടാകും. പാപത്തിനെതിരെ പോരാടണമെങ്കിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം, ദൈവം എനിക്ക് ജയം നൽകുന്നൊരു ബോധ്യം ഹൃദയത്തിലുണ്ടാകണം. മറ്റൊരു പോരാട്ടമാണ് ജഡത്തിൻ്റെ പോരാട്ടം. റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്കിൽ പറയുന്നു, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെടുവാൻ കഴിയുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. അതായത് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോടുള്ള ശത്രുത്വമാണ്. അതായത് നമുക്ക് പോരാട്ടമുണ്ടാകുന്ന അടുത്ത മേഖലയാണ് ജഡം. ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം ജഡീകമായ ചിന്തകൾ, ആസക്തികൾ നമ്മൾ പോരാടും.
അതിന് ജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ. നമ്മുടെ സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ ഈ ജഡത്തിൻ്റെ ആസക്തികൾ ജയിക്കാൻ പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല, പരാജയപ്പെട്ടു പോകും. അവിടെ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ ജഡത്തിൻ്റെ ആസക്തികളെ ചിന്തകളെ ജയിക്കും. ഈ ഒരു മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമുക്ക് ജഡത്തെ ജയിക്കാൻ സാധിക്കുന്നത്. വീണ്ടും അടുത്തൊരു ശത്രുവാണ് ലോകം. യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കർത്താവ് വചനം പറയുന്നു, ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ള ഒരു മേഖലയാണ് ലോകം. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുന്നത്, ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. നിങ്ങൾ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസം ഇരിക്കരുത്. ലോകപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് അതുപോലെ ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. നമുക്കൊരു വേർപാട് ആവശ്യമാണ്. ലോകത്തിൽ നിന്ന് ഒരു വേർപാട്. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിലും ലോകവുമായിട്ടൊരു ബന്ധമില്ല. നമുക്കറിയാം, ഒരു വള്ളം വെള്ളത്തിനാണ് കിടക്കുന്നത്. ഈ വെള്ളം കൂടാതെ ഒരിക്കലും വള്ളത്തിന് യാത്ര ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ വള്ളത്തിനകത്ത് കയറിയാലോ ഈ വള്ളം മുങ്ങിപ്പോവും. ഇതുപോലെയാണ് ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണം. ലോകമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാൽ ലോകത്തിൻ്റെ ചിന്തകൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറിയാൽ ഈ വെള്ളത്തിൽ വള്ളം മുങ്ങിപ്പോകുന്ന പോലെ ലോകത്തിൽ നമ്മൾ മുങ്ങിപ്പോകും. ലോകത്തിന് നമ്മൾ അടിമയായി തീരും. ഇന്ന് ഞാൻ ലോകത്തിൻ്റെ ശത്രുവാണോ അത് ലോകത്തിന് അടിമയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇത് സ്വന്തം കഴിവിലെ ബുദ്ധി കൊണ്ട് നമുക്ക് ജയിക്കാൻ സാധിക്കുകയല്ല. ലോകം നമുക്കൊരു ശത്രുവാണെങ്കിൽ ഈ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഒറ്റ വഴിയുള്ളൂ, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവത്തോട് കൂടെ ലോകത്തെ ജയിക്കാൻ നമുക്ക് സാധിക്കണം. അടുത്ത പോരാട്ടത്തിൻ്റെ മേഖലയാണ് പിശാചിനുള്ള പോരാട്ടം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തമുള്ള വാഴ്ചകളും അധികാരങ്ങളും ഈ അന്ധകാര ലോകാധിപതിയോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമാണ്. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ള അദൃശ്യമായൊരു ശക്തിയുണ്ട്. അദൃശ്യ ശക്തി ഒരു സൈന്യമാണെന്ന് കർത്താവ് വചനം പറയുക. വാഴ്ചകളും അധികാരങ്ങളും അത് ദുഷ്ടാത്മസേനയോടുമാണ്, ഒരു സൈന്യത്തോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഏതാണ് ഈ സൈന്യം? കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ ദുഷ്ടാത്മസേന പിശാചാണ്. അതായത് നമുക്കെതിരെ പോരാടുന്ന അനേക ദുഷ്ടാത്മ സൈന്യങ്ങളുണ്ട്. ഈ ദുഷ്ടാത്മാക്കളെ ജയിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ ആശ്രയിച്ച് ജയിക്കാൻ സാധ്യമല്ല. ദൈവ സാന്നിധ്യം കൂടാതെ, ദൈവത്തിൽ ആശ്രയമില്ലാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും പാപത്തെ, ലോകത്തെ, ജഡത്തെ, പിശാചിനെ ജയിക്കാൻ സാധ്യമല്ല. പലപ്പോഴും ഈ മേഖലയിൽ പരാജയപ്പെട്ടു പോയ വ്യക്തികളായിരിക്കാം ഇന്ന് ഈ സ്വരം കേൾക്കുന്ന നമ്മ ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്നും പരാജയമാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇന്ന് പരാജയമാണെങ്കിൽ നാളെ വിജയമുണ്ട്, അതുറപ്പാണ്. ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ നാളെ പകലുണ്ട്. ഇന്നൊരു ദുഃഖവെള്ളിയാഴ്ചയാണെങ്കിൽ പിന്നെ ഒരു ഉയർപ്പുണ്ട് എന്നതുപോലെ ഇന്ന് ഞാൻ പരാജയപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നാളെ എൻ്റെ ദൈവത്താൽ എനിക്ക് വിജയമുണ്ട്. അതായത് ഒരിക്കലും പരാജയം നമ്മളെ നിരാശപ്പെടുത്തരുത്. പരാജയം നമ്മളെ കൂടുതൽ പ്രത്യാശയിലേക്ക് നയിക്കണം. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ വിജയമെന്ന് പറയുന്നത് പോരാട്ടം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. യാക്കോബ് ലേഖനം 4:7 കർത്താവിന്റെ വചനം പറയുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നാം ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിലാണെങ്കിൽ പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് പരിശോധിക്കുക, ഞാൻ ദൈവകരങ്ങളിലാണോ അതോ എൻ്റെ സ്വന്തം ബുദ്ധിയിലാണോ ആശ്രയിക്കുന്നത്, എൻ്റെ സ്വന്തം കഴിവിലാണോ ആശ്രയിക്കുന്നത്, അതോ ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ കരങ്ങളിലാണോ ഞാൻ ആശ്രയിക്കുന്നത്? ആശ്രയം എവിടെയാണെന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. വീണ്ടും വചനം പറയുന്നു, ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം, ഇത്രയും നാളും നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ശത്രുവിനെ നമ്മുടെ കാൽ കീഴിൽ പരാജയപ്പെടുത്തുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. ലൂക്കോസ് 10:19 കർത്താവിന്റെ വചനം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. അതായത് ഇത്രയും നാളും നിന്നെ പരാജയപ്പെടുത്തിയ ശക്തി ഏതാണോ, വ്യക്തി ഏതാണോ, ആ വ്യക്തിയെ നമ്മുടെ കാൽ കീഴിൽ തകർത്തു കളയുവാൻ, വിശ്വാസത്താൽ ജയം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക.
റോമലേഖനം 12-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർത്ത് കളയും, ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വചനം പറയുകയാണ്, സമാധാന ദൈവമോ വേഗത്തിൽ പിശാചിനെ നമ്മുടെ കാൽ കീഴിൽ തകർത്ത് കളയും. പിശാച് നമ്മുടെ കാൽ കീഴിൽ തകർക്കപ്പെടാൻ വിധിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരിക്കലും ശത്രുവിനെ ഭയപ്പെടരുത്. ശത്രുവിനെ ഭയപ്പെടരുത്. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതുന്നൊരു കുഞ്ഞ് പരീക്ഷ ഭയപ്പെട്ടാൽ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ചില കുഞ്ഞുങ്ങൾ എക്സാമിന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും, എനിക്ക് തലവേദനയാണ്, എനിക്ക് വയറുവേദനയാണ്, എനിക്ക് ശ്വാസം മുട്ടലാണ്, എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥകളാണ്, രോഗങ്ങളാണ്. ഈ പറയുന്ന കുഞ്ഞ് പരീക്ഷ ഭയപ്പെടുന്നൊരു വ്യക്തിയാണ്. പരീക്ഷ ഭയപ്പെടുന്ന വ്യക്തിക്ക് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടാകും. പരീക്ഷയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും വിജയമില്ല. പരീക്ഷയെ ജയിക്കണമെങ്കിൽ പരീക്ഷ ഒരിക്കലും ഭയപ്പെടരുത്. ശത്രുവിനെ ഭയപ്പെടരുത്. നമുക്കറിയാം, ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും അനുഭവം നോക്കുമ്പോൾ, അവിടെ ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ ചെല്ലുമ്പോൾ ഇസ്രായേൽ സൈന്യം മുഴുവൻ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുക. ഈ ദാവീദിനേക്കാൾ നല്ല ചങ്കൂറ്റമുള്ള, നല്ല ആരോഗ്യമുള്ള, തൻ്റെ ഇടമുള്ള യോദ്ധാക്കളായിരിക്കുന്ന, സാമർഥ്യമുള്ള, പരിശീലനം ലഭിച്ച ഈ പട്ടാളക്കാരെല്ലാം ഒളിച്ചിരിക്കുമ്പോൾ വെറും ഒരു അഭ്യാസവും അറിയാത്ത ഒരു സാധാരണക്കാരനായ ഒരു പിഞ്ചു ബാലനായ ദാവീദ് ഈ ഗോലിയാത്തിൻ്റെ നേരെ പാഞ്ഞെല്ലുക. എന്തുകൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിൻ്റെ നേരെ പാഞ്ഞു നിന്നത്? ദാവീദിൻ്റെ കണ്ണിലൂടെ ദാവീദ് നോക്കുമ്പോൾ ഈ ഗോലിയാത്ത് വലിയൊരു വ്യക്തിയാണ്. അസാമാന്യ കഴിവുള്ള, ബുദ്ധിയുള്ള, തന്നേക്കാൾ ആരോഗ്യമുള്ള, വലിയ ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ്. പിശാചിനെ കണ്ണിൽ നോക്കുമ്പോൾ നീ അങ്ങോട്ട് പോയാൽ നിന്നെ കൊന്നുകളയും. അവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആകാശത്തിലെ പറവകൾക്ക് ഭക്ഷണമാക്കും എന്ന് ഗോലിയാത്ത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിശാചിൻ്റെ കണ്ണിലൂടെ നോക്കാതെ, തൻ്റെ സ്വന്തം കണ്ണിലൂടെ നോക്കാതെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ ദാവീദ് ഗോലിയാത്തിനെ കാണുക. അതായത് ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ വെറും നിസ്സാരനാണ് ഈ ഗോലിയാത്ത്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു, എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുക. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കർത്താവായ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതാ ഗോലിയാത്തിൻ്റെ പിറകിൽ വലിയവനായ ദൈവത്തെ അവൻ കാണുകയാണ്. തനിക്ക് വിജയം നൽകുന്ന ദൈവത്തെ കാണുകയാണ്. അതായത് നമ്മൾ പരീക്ഷയെ ഭയപ്പെടാതിരിക്കണമെങ്കിൽ പരീക്ഷയേക്കാൾ വലുതായി ദൈവത്തെ കാണണം. അസാധാരണമായ വിജയം നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ കാണണം. ദൈവത്തെ എത്രമാത്രം വലുതായി കാണുമോ അത്രമാത്രം പരീക്ഷയെ ചെറുതായി കാണും. അതുകൊണ്ട് പരീക്ഷയെ ഭയപ്പെടുന്നൊരു വ്യക്തിക്ക് വിജയമില്ല, പരീക്ഷയെ വലുതായി കാണുന്നൊരു വ്യക്തിക്ക് വിജയമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശത്രുവിനെ വലുതായി കാണുന്നൊരു വ്യക്തിക്ക് പരാജയമാണ്. ശത്രുവിനെ നിസ്സാരമായി കാണണം. ശത്രുവിൻ്റെ ശക്തി അവൻ വെളിപ്പെടുത്തും. പലപ്പോഴും ഈ ചില വ്യക്തികൾ വെളിപ്പെടുന്ന പിശാചിനെ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആരോഗ്യമില്ലാത്ത ചില വ്യക്തികളിൽ പിശാച് കിടന്ന് അലറി ബഹളം വയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു 5-8 പേര് പിടിച്ചാലും നിൽക്കാത്ത രീതിയിൽ നിമിഷ നേരം കൊണ്ട് എല്ലാവരും തകർത്ത് കളയുന്ന ശക്തി, അസാമാന്യ ശക്തി ഈ പിശാച് ഈ വ്യക്തിയിൽ വെളിപ്പെടുത്തും. ആ വ്യക്തിയുടെ ആരോഗ്യമല്ല, കഴിവല്ല, ആ വ്യക്തിയിലുള്ള പിശാചിൻ്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത്. എത്ര വലിയ ശക്തി കാണിച്ചാലും യേശുവിൻ്റെ നാമത്തിൻ്റെ മുന്നിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ മുന്നിൽ, യേശുവിൻ്റെ വചനത്തിൻ്റെ മുന്നിൽ ഈ ശക്തിയെല്ലാം നിർവീര്യമായി അവസാനം യേശുവിൻ്റെ നാമത്തിൽ പിശാച് കീഴടങ്ങി അനുസരണയുള്ള വ്യക്തിയായി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ പിശാച് തൻ്റെ ശക്തി വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും. എന്നാൽ ഭയപ്പെടാതെ ഈ പിശാചിനേക്കാൾ അസാമാന്യ ശക്തിയായ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നാം കാണുമ്പോൾ അവിടെ പിശാച് വെറും നിർവീര്യമായി പോകും, നിസ്സാരമായി തീരുക. അതായത്
ശത്രുവിനെ ഭയപ്പെടരുത്, ശത്രുവിനെ നിസ്സാരമായി കാണണം. ശത്രുവിനെ ജയിക്കണമെങ്കിൽ ദൈവത്തെ വലുതായി കാണണം, ദൈവത്തെ ഒരു അസാധാരണ വ്യക്തിയായി കാണണം. ഇവിടെ കർത്താവിന് വചനം പറയുന്നു, സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ തകർത്ത് കളയും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 29-ാം വാക്യത്തിൽ കർത്താവിന് വചനം പറയുകയാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലായിരിക്കണം, ഞാൻ എൻ്റെ മുന്നിൽ കാണുന്ന പരീക്ഷയെ ജയിക്കുന്ന എങ്ങനെയാണ്? നിന്നാൽ എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടങ്ങും. എൻ്റെ കഴിവുണ്ടല്ല, എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ ദൈവത്താൽ. ഈ ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ഈ ഒരു വിശ്വാസം നാം ഏറ്റുപറയുന്നുവെങ്കിൽ അവിടെ വിജയമുണ്ട്. വീണ്ടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41:10 കർത്താവിൻ്റെ വചനം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമായ കർത്താവാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ ഒരു ബോധ്യം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, അതായത് എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്, കർത്താവിനെ ശക്തീകരിക്കും, എന്നെ സഹായിക്കും, എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ താങ്ങി നിർത്തും, എനിക്ക് വിജയം നൽകുമെന്നൊരു വ്യക്തിയെ ബോധ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഉന്നതമായ വിജയമുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമുക്ക് വിജയമുണ്ട്. വിജയിക്കുവാൻ കാരണം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യമാണ്. റോമലേഖനം 8-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയും, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഏതിലൊക്കെയും? നമ്മുടെ മുന്നിൽ കാണുന്ന സകല പരീക്ഷകളിലും. അത് സ്കൂളിലെ പരീക്ഷ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ കാണുന്ന സകല പരീക്ഷയിലും. പാപത്തിൻ്റെ പരീക്ഷയായിരിക്കാം, ജഡത്തിൻ്റെ പരീക്ഷയായിരിക്കാം, ലോകത്തിൻ്റെ പരീക്ഷയായിരിക്കാം, പിശാചിൻ്റെ പരീക്ഷയായിരിക്കാം. ഏത് പ്രലോഭനമായിക്കൊള്ളട്ടെ, ഏത് പരീക്ഷയായിക്കൊള്ളട്ടെ, അതിനെ ജയിക്കാൻ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് ജയം നൽകുന്നൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവത്താൽ ഞാൻ ജയിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. ഇത് പറയുന്നത് ദൈവം കേൾക്കണം. ഇങ്ങനെ ഞാൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് ദൈവത്താൽ ജയം പ്രാപിക്കുമ്പോഴാണ് ശത്രു പരാജയപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നും പരാജയമാണ്, എനിക്കൊരിക്കലും വിജയമില്ല, എൻ്റെ വിധിയാണിത് എന്നാരും പറയരുത്. നിനക്ക് ജയം നൽകുന്നൊരു ദൈവം നിൻ്റെ കൂടെയുണ്ട്. അവൻ്റെ വലംകരം നിൻ്റെ കൂടെയുണ്ട്. അവൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ താങ്ങും, നിന്നെ ഉയർത്തും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം വിശ്വസിച്ച് ഏറ്റുപറയണം. കർത്താവേ, നീ എൻ്റെ കൂടെയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പോകുന്നിടത്തേക്ക് എന്നോട് കൂടെയുണ്ട്, എനിക്ക് ജയം നൽകും. ഞാനൊരിക്കലും പരീക്ഷയെ ഭയപ്പെടില്ല. ശത്രുവിനെ നിസ്സാരമായി കാണും, നിസ്സാരമായി ഞാൻ കാണും. പരീക്ഷ നിസ്സാരമായി കാണും. എൻ്റെ ദൈവത്തെ ഞാൻ വലുതായി കാണും. എൻ്റെ ദൈവത്താൽ ഞാൻ ജയം പ്രാപിക്കും. ഇത് ഹൃദയത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകളായി ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് ജയമുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനോഭാവം മാറ്റിയെടുക്കാം. നിഷേധാത്മകമായ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ മാറ്റിയെടുക്കാം. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാറ്റി പോസിറ്റീവായ ചിന്തയോടെ നമുക്ക് നമ്മെ തന്നെ നിറയ്ക്കാം. കണ്ണടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ചില പരീക്ഷകൾ വന്നപ്പോൾ, ചില പരാജയങ്ങൾ വന്നപ്പോൾ, ജീവിതത്തിൽ എന്നും പരാജയമാണ്, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചു, ഇനി എനിക്കൊരിക്കലും ജയമില്ല എന്ന് ചിന്തിച്ച് എപ്പോഴെങ്കിലും ഞങ്ങൾ നിഷേധാത്മകമായ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ വെച്ച് പുലർത്തിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നെഗറ്റീവായ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പരീക്ഷയുടെ, ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ കാരണം ഞങ്ങൾ തന്നെയാണെന്ന് സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉണ്ടായ എല്ലാ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള വലിയ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം സർവശക്തനാണെന്നുള്ള ബോധ്യം വിശ്വാസത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളെ മുന്നിൽ കാണുന്ന പരീക്ഷ നിസ്സാരമായി കാണുവാൻ, ദൈവമേ അങ്ങേ വലുതായി കാണുവാൻ, എപ്പോഴെങ്കിലും ഞങ്ങൾ പരീക്ഷ ഭയപ്പെട്ടുണ്ടെങ്കിൽ ഭയപ്പെടാതെ ധൈര്യത്തോടെ നിന്നാൽ ആ പരീക്ഷയെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള കൃപയും ശക്തി അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. കർത്താവെ, ജീവിതത്തിൽ നിരാശയോടെ
പരാജയത്തിൻ്റെ അനുഭവങ്ങളുമായി ഇനി ഇതിലും ഭേദം മരിച്ചാൽ മതി എന്നുള്ള ചിന്തയുമായിട്ട് പിശാചിൻ്റെ കണ്ണിലൂടെ തൻ്റെ ജീവിതത്തെ നോക്കിക്കാണുന്ന, സ്വന്തം കണ്ണിലൂടെ ജീവിതത്തെ നോക്കിക്കണ്ട് നിരാശപ്പെടുന്ന ആരെങ്കിലും സ്വരം കേൾക്കുന്നുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തിലുള്ള ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകണം. യേശുവിൻ്റെ രക്തത്താൽ അവരുടെ ഹൃദയങ്ങളെ കഴുകണം. കർത്താവേ, വിശ്വാസത്തിൻ്റെ നിറവിൽ ഏറ്റുപറയുവാൻ എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവം സകലത്തിന് മതിയായവനാണ്, എൻ്റെ ദൈവത്താൽ എനിക്ക് വിജയമുണ്ട്. ഈ ഒരു വലിയൊരു മനോഭാവത്തോടെ വിജയം പ്രാപിക്കുവാൻ കർത്താവേ, ഞങ്ങൾ പാപത്തെ ജയിക്കുവാൻ, ലോകത്തെ ജയിക്കുവാൻ, ജഡത്തിൻ്റെ ആസക്തികൾ ജയിക്കുവാൻ, പിശാചിൻ്റെ പ്രലോഭനങ്ങളെ, പോരാട്ടങ്ങളെ ജയിക്കുവാൻ കർത്താവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യണം. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ ഞങ്ങളുടെ കാൽ കീഴിൽ തകർത്തുകളെന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ ശക്തിയെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ ഈ ശബ്ദം കേൾക്കുന്ന വ്യക്തിയിൽ വ്യാപരിക്കുന്ന നല്ല പാപത്തിലെ, ലോകത്തിലെ, ജഡത്തിൻ്റെ, പിശാചിൻ്റെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തീരുമാനം ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ ഒന്ന് നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങൾ വലിയൊരു പ്രത്യാശ നൽകണമേ. ഞങ്ങളുള്ള പരീക്ഷ ഞങ്ങൾ നിസ്സാരമായി കണ്ട് ദൈവത്തെ വലുതായി കണ്ട് പരീക്ഷ ജയിക്കുവാനുള്ള കൃപശക്തി അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാ മഹത്വവും പിതാവിടുന്ന് മാത്രം എടുക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ. Believe